Hi students, Material Science in the 6th module Modern Techniques for Material Study Basics കാര്യങ്ങൾ അതായത് എന്തായിരുന്നു മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് എന്തായിരുന്നു അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിയെ പറ്റിയാണ്. എന്താണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി, അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ്, അതേപോലെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി എന്ന ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ മൈക്രോസ്കോപ്പ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സോ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് വളരെ ചെറിയ ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിൻ്റെ കീഴിലുള്ളൊരു ഫീൽഡാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വിസിബിൾ ലൈറ്റിനെയും അതേപോലെ കുറച്ച് ലെൻസുകളെയും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെറിയ സാമ്പിൾസിനെ മാഗ്നിഫൈ ചെയ്യാൻ സഹായിക്കുന്നത്. വിസിബിൾ ലൈറ്റും സിസ്റ്റം ഓഫ് ലെൻസസും കൂടെയായിരുന്നു. സോ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇനി ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്സിനെ പറ്റി അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി എന്ന ഒരു ഫീൽഡിനെ പറ്റി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വിസിബിൾ ലൈറ്റും കുറച്ച് സിസ്റ്റം ഓഫ് ലെൻസസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ വളരെ ചെറിയ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ വളരെ ചെറിയ സാമ്പിൾസ് എന്നായിരിക്കും നമ്മൾ അതിനെ പറയുന്നത്, സാമ്പിൾസിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു മൈക്രോസ്കോപ്പാണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു മൈക്രോസ്കോപ്പാണ്. നമ്മൾ ലാബ്സിലൊക്കെ ഉപയോഗിക്കാറുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പാണ്. പിന്നെ അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് സിംപ്ലസ്റ്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലാബിലും അങ്ങനെ കോമൺ ആയിട്ടുള്ള കേസുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൈക്രോസ്കോപ്പാണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഇനി അതേപോലെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്ന വിസിബിൾ വേവ് ലെങ്ത്സ് ഓഫ് ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മാഗ്നിഫിക്കേഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1000 വരെ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഹയർ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ഹയർ റെസൊല്യൂഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് മൈക്രോസ്കോപ്പിയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യേണ്ടതായിരിക്കും. ഇനി ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സിമ്പിൾ മൈക്രോസ്കോപ്പി, രണ്ടാമത്തേത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പി. സോ എന്താണ് സിമ്പിൾ മൈക്രോസ്കോപ്പി? സിമ്പിൾ മൈക്രോസ്കോപ്പി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു മാഗ്നിഫിക്കേഷൻ ലെൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഭൂതക്കണ്ണാടി, അതായത് ഒറ്റ ലെൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിനെയാണ് നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി ഒന്നിലധികം ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. സോ നമ്മൾ സാധാരണ ചെറിയ അക്ഷരങ്ങൾ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിംഗിൾ മൈക്രോസ്കോപ്പുള്ള മാഗ്നിഫിക്കേഷൻ ലെൻസുകളെ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയും. അതേപോലെ തന്നെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം. അപ്പോൾ നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്സ് ആണ്. ഇനി മെയിനായിട്ട് ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചില സാമ്പിൾസിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ഇന്നേണൽ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുക. ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്സിനെ യൂസ് ചെയ്യുന്നത്. ഇനി ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ മറ്റൊരു പേരാണ് ലൈറ്റ് മൈക്രോസ്കോപ്പ്. സോ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പും അതേപോലെ തന്നെ ലൈറ്റ് മൈക്രോസ്കോപ്പും എന്ന് പറയുന്നത് രണ്ടുപേരും ഒരാൾ തന്നെയാണ്. പിന്നെ ഈ മൈക്രോസ്കോപ്സിൻ്റെ കേസിൽ നമുക്ക് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വർക്കിംഗ് മെക്കാനിസംസ് ഒന്നുമില്ല. കാര്യം വിസിബിൾ ലൈറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ കണ്ണുകൊണ്ട് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന് നമുക്ക് 2 മേജർ ഫങ്ഷൻസ് ഉണ്ടെന്ന് പറയാം. ഒന്ന്, സ്പെസിമെൻ്റെ മാഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു ഇമേജിനെ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിമെൻ്റെ മാഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു ഇമേജിനെ ക്രിയേറ്റ് ചെയ്യുക. സോ അങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ കൊടുത്ത സ്പെസിമെൻ്റെ ഒരു ഷാർപ്പായിട്ടൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമത്, നമ്മൾ പറയുന്ന അനുസരിച്ച് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ മാറ്റാം. അതായത് ചില ഇമേജുകൾ നമുക്ക് ചിലപ്പോൾ ചെറിയ രീതിയിൽ ഒരു 10 ടൈംസ് മാഗ്നിഫൈ ചെയ്താൽ കാണും, ചിലത് പക്ഷേ 10 ടൈംസ് ചെയ്താൽ കാണില്ല. നമ്മൾ കുറച്ചുകൂടെ മാഗ്നിഫിക്കേഷൻ കൂട്ടിയാൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പം നമ്മൾ പറയുന്ന മാഗ്നിറ്റ്യൂഡിന് അനുസരിച്ച് മാഗ്നിഫൈ ചെയ്യണം. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് അത് ഫോക്കസ്ഡ് ആയിരിക്കണം, ബ്ലർഡ് ആവരുത്, നമുക്ക് ഫോക്കസ്ഡ് ആയിരിക്കണം. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലുമിനേറ്റിംഗ് ദ സ്പെസിഫിൻ. അതായത് ഒരു സ്പെസിഫിനെ നമ്മളുടെ കണ്ണിന് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി ലൈറ്റഡ് ആയിരിക്കണം. സോ ഈ പ്രോപ്പർലി ലൈറ്റഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് സപ്ലൈ ഓഫ് ലൈറ്റ് ഉണ്ടാവണം. അതേപോലെ
ഈ ലൈറ്റ് സപ്ലൈ മാത്രമല്ല, അതിനെ കറക്റ്റായിട്ട് നമ്മുടെ സ്പെസിമെനെ കളക്ട് ചെയ്തു എന്നുള്ളതും, അതേപോലെ സ്പെസിമെന് വേണ്ട രീതിയിൽ ഇൻറ്റൻസിറ്റി ക്രമീകരിക്കാൻ വേണം. സോ മൈക്രോസ്കോപ്പിന് മെയിനായിട്ട് 2 ഫങ്ഷൻസ് നമുക്ക് പറയാം. ഒന്ന്, സ്പെസിമെനെ മാഗ്നിഫൈ ചെയ്യുക, നമ്മളുടെ വേണ്ട റിക്വയർമെൻറ്റിന് നമുക്ക് വേണ്ട രീതിയിൽ മാഗ്നിഫൈ ചെയ്യണം. അത് ഷാർപ്പും ആയിരിക്കണം, ഫോക്കസ്ഡും ആയിരിക്കണം. രണ്ടാമത്, മാഗ്നിഫിക്കേഷനും കാര്യങ്ങളും മാത്രം പോരാ, നമ്മളുടെ ഹ്യൂമൻ ഐക്ക് ഡിറ്റക്ട് ചെയ്യാവുന്ന രീതിയിൽ അതിന് വേണ്ട കറക്റ്റ് ഇലുമിനേഷൻ കൊടുക്കണം. അതായത് ലൈറ്റ് ഇൻറ്റൻസിറ്റിയും ലൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് തരാൻ സാധിക്കണം. ഇനി നമുക്ക് നോർമലായിട്ടൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എന്തൊക്കെ പാർട്സ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് ഒരു ഐ പീസ് എന്ന് പറയും, ഏറ്റവും മേളിലുള്ള 1 എന്ന നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഐ പീസാണ്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്ന ആ ഒരു സെക്ഷനാണ് ഐ പീസ്, അതിന് ഒക്കുലാർ ലെൻസ് എന്ന് പറയും. രണ്ടാമത്, അതിന് തൊട്ട് താഴെ ഒരു ഒബ്ജക്റ്റീവ് ടെററ്റ് അല്ലെങ്കിൽ റിവോൾവർ അല്ലെങ്കിൽ റിവോൾവിംഗ് നോസ് പീസ് എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കോമ്പൗണ്ട് ലെൻസസ്. ഈ ലെൻസുകൾ ഓരോന്ന് മാറ്റുന്നതിനനുസരിച്ച് മാഗ്നിഫിക്കേഷന് വ്യത്യാസമുണ്ട്. ഇനി മൂന്നാമത്തതാണ്, അതിനകത്ത് ആ ഒക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്ത് ആ റിവോൾവറിനകത്തുള്ള ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസസ്. അതായത് സ്പെസിമെന് അടുത്ത് നിൽക്കുന്ന ലെൻസസ് ആണ് ഒബ്ജക്റ്റീവ് ലെൻസസ്. പിന്നെ ഫോക്കസ് നോബ്സ് ഉണ്ട്, അതായത് ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും. 4th 4 എന്ന നമ്പർ നോട്ട് ചെയ്യുന്നത് കോഴ്സ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് കുറച്ച് ഹൈ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫൈൻ ആയിട്ടെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ഡീറ്റെയിൽസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്പെസിമെനെ ഹോൾഡ് ചെയ്യുന്ന പാറ്റേൺ, അതിൻ്റെ പ്ലാറ്റ്ഫോമിനാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, മാഗ്നിഫൈ ചെയ്യുന്ന ഇമേജിനെ അതിനോടൊപ്പം തന്നെ അതിന് കറക്റ്റായിട്ടൊരു ലൈറ്റിനെ കൊടുക്കാൻ വേണ്ടി നമുക്കൊരു ലൈറ്റ് സോഴ്സ് മെക്കാനിസം ഉണ്ട്. അതായത് ലൈറ്റും അതിൻ്റെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ മിറർ മെക്കാനിസമാണ്. പിന്നെ ഡയഫ്രോം കണ്ടൻസറും ഉണ്ട്. പിന്നെ ലാസ്റ്റ്ലി ഈ മൊത്തം അസംബ്ലി ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു മെക്കാനിക്കൽ സ്റ്റേജിലായിരിക്കും. സോ ഇത് ഏതൊരു മൈക്രോസ്കോപ്പ് എടുത്താലും നമുക്ക് കാണാൻ കഴിയുന്ന ബേസിക് കമ്പോണൻസ്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 2-3 കമ്പോണൻസിനെ മാത്രം പരിചയപ്പെടാം. ആദ്യത്തേത് ഒബ്ജക്റ്റീവ് ലെൻസ്, രണ്ടാമത്തത് ഐ പീസ് ലെൻസ്, മൂന്നാമത്തതാണ് മിറർ. ഈ മിററിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്പെസിമെന് വേണ്ട ഇലുമിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മിററിൻ്റെ ഡ്യൂട്ടി. ഇനി എന്താണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് നോക്കാം. സോ ഒബ്ജക്റ്റീവ് ലെൻസ് ഏത് ലെൻസാണോ ഒബ്ജക്റ്റിന് ക്ലോസർ അല്ലെങ്കിൽ നമ്മുടെ സ്പെസിമെന് ക്ലോസ് ആയിട്ട് അടുത്തിരിക്കുന്നത് ആ ലെൻസിനാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ സ്പെസിമെൻ വെക്കുന്ന ആ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു പോർഷനിലാണ്. സ്റ്റേജിൽ ക്ലിപ്പുണ്ട്, സ്പെസിമെനെ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ക്ലിപ്പുണ്ട്. അതിന് തൊട്ട് മേലിലുള്ള ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഇനി ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും 1 സെൻറ്റിമീറ്ററിന് താഴെയാണ്. ഷോർട്ട് ഫോക്കൽ ലെങ്ത് ആണ് ഒബ്ജക്റ്റീവ് ലെൻസ് ഉള്ളത്. പിന്നെ രണ്ടാമത്, നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസസിൻ്റെ ആ ഒരു റിവോൾവർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 3-4 ഒബ്ജക്റ്റീവ് ലെൻസസ് ഉണ്ട്. ഈ 3-4 ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ ലെൻസിനും തരാവുന്ന മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ഓരോ ലെൻസിനും എത്ര ടൈംസ് ഇമേജിനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നുള്ളത് സ്പെസിഫൈഡ് ആണ്. ചില ലെൻസിന് 4, ചിലതിന് 10, അടുത്തതിന് 40, അങ്ങനെ 100. ഇങ്ങനെ 4 രീതിയിൽ 100 ടൈംസ് വരെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അവിടെ പോസിബിൾ ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് എ ബി എന്നുള്ളതാണ് ഇരിക്കട്ടെ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിന് താഴെ സ്റ്റേജിൽ ക്ലിപ്പ് ചെയ്യും, അല്ലെങ്കിൽ സ്പെസിമെനെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിന് താഴെ വെക്കും. ഈ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൻ്റെ റിയൽ ആയിട്ട് ഇൻവേർട്ടഡ് ആയിട്ടൊരു മാഗ്നിഫൈഡ് ഇമേജിനെ ക്രിയേറ്റ് ചെയ്യും, A', B' എന്നായിട്ട്. ഈ A', B' ആണ് ഇനി അടുത്ത ലെൻസിൻ്റെ ഇൻപുട്ടായിട്ട് അല്ലെങ്കിൽ അടുത്ത ലെൻസിനുള്ള ഇമേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇനി ഐ പീസിൻ്റെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ പീസ് ലെൻസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന ഭാഗത്തുള്ള ലെൻസിനാണ് ഐ പീസ് ലെൻസ് എന്ന് പറയുന്നത്. അതായത് ടോപ്പ് ഭാഗത്തുള്ള ലെൻസ്, നമ്മളുടെ സ്പെസിമെൻ എവിടെ വെക്കുന്നു അതിൻ്റെ അടുത്തുള്ള ഒബ്ജക്റ്റിൻ്റെ അടുത്തുള്ള ലെൻസിന് ഒബ്ജക്റ്റീവ് ലെൻസ് എന്നും ഐക്ക് അടുത്ത് നിൽക്കുന്ന ലെൻസിന് ഐ പീസ് ലെൻസ് എന്നും പറയും. സോ ഒബ്ജക്റ്റീവ് ലെൻസ് 3-4 ലെൻസ് ഉണ്ടാവും, പല മാഗ്നിഫിക്കേഷൻ ആയിരിക്കും ഓരോ ലെൻസിന്.
ഒരു ഒബ്ജക്റ്റ് എ ബി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ക്രിയേറ്റഡ് ആവുന്നത്. ഈ റിയൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമ്മുടെ ഐ പീസിൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്നത്. ഇനി ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിനെക്കാട്ടിലും. ഇനി എങ്ങനെയാണ് ഈ വർക്കിംഗ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലെൻസ് കാണാം, ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസ്. സോ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഞാൻ പറഞ്ഞു 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഐ പീസിൻ്റെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അത് നമുക്ക് ആ ഫിഗറിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയാൻ കാരണം അത് സ്പെസിമെൻ എടുത്ത് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ അടുത്തിരിക്കുന്നത് ഇതിന് ഒബ്ജക്റ്റീവ് ലെൻസ് എന്നും, ഐ പീസ് ലെൻസ് എന്ന് പറയാൻ കാരണം നമ്മൾ നോക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് ഐ പീസ് ലെൻസിലൂടെ ആയതുകൊണ്ടാണ് അതിനെ ഐ പീസ് ലെൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒബ്ജക്റ്റിനെ ഒബ്ജക്റ്റീവ് ലെൻസിന് എടുത്ത് കൊണ്ടുവെക്കുന്നു. ഈ എന്താ ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് ലെൻസ് നമ്മുടെ ഒബ്ജക്റ്റ് ഇപ്പോൾ എ ബി എന്നുള്ള പൊസിഷനിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ലെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഫസ്റ്റ് ഇമേജ് എന്ന് പറയും. ഇനി ഫസ്റ്റ് ഇമേജ് ആണ് നമ്മളുടെ ഐ പീസ് ലെൻസിൻ്റെ ഇൻപുട്ടായിട്ട് അല്ല ഐ പീസ് ലെൻസിൻ്റെ ഫ്രണ്ടിലത്തെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഐ പീസ് ലെൻസ് ഈ ഫസ്റ്റ് ഇമേജിനെ മാഗ്നിഫൈ ചെയ്ത് അവിടെ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടും. അതിനെയാണ് നമ്മൾ ഫൈനൽ ഇമേജ് അല്ലെങ്കിൽ വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റ് ഇപ്പോൾ എ ബി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഈ ഇൻവേർട്ടഡ് ഇമേജിനെ ഐ പീസ് എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് എന്നുള്ള വിർച്വൽ ആയിട്ടുള്ള മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആക്കും. സോ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്നതായിരിക്കും നമ്മുടെ ഐ പീസിന് ഉണ്ടാകുന്ന ഇമേജ്. ആ ഇമേജിനെ ഐ പീസ് ഒന്നുകൂടെ മാഗ്നിഫൈ ചെയ്ത് ഒരു വിർച്വൽ ആയിട്ടുള്ള മാഗ്നിഫൈഡ് ഇമേജ് എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു കുറച്ചുകൂടെ നമ്മൾ ഒരു ലൈറ്റിംഗ് സോഴ്സ് വെച്ചിട്ട് നമ്മൾ ഇലൂമിനേഷൻ്റെ കേസ് പറഞ്ഞു. ഇലൂമിനേഷൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മളുടെ സ്പെസിമെന് വേണ്ട പ്രോപ്പർ ലൈറ്റിനിങ് അറേഞ്ച്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇലൂമിനേഷൻ്റെ ഡ്യൂട്ടി. സോ താഴെ നിന്ന് ലൈറ്റ് ഉണ്ടാകും. ലൈറ്റ് നമ്മളൊരു കണ്ടൻസർ ലെൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. കാര്യം ലൈറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം സ്കാറ്റേഡ് ആയിരിക്കും. സോ ഈ സ്കാറ്റർ ആയിട്ടുള്ള ലൈറ്റിനെ ഒരു കണ്ടൻസർ ലെൻസ് ഉപയോഗിച്ച് നമ്മൾ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യും. സോ സ്പെസിമെൻ്റെ മേലിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസ് അതിൻ്റെ ഒരു വിർച്വൽ ഇമേജ് ഉണ്ടാക്കുന്നു, വിർച്വൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടാക്കുന്നു. അത് നമ്മളൊരു പ്രൊജക്ടർ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഐ പീസിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഐ പീസ് അതിനെ മാഗ്നിഫൈ ചെയ്തിട്ട് നമ്മളുടെ ഐയിലേക്ക് തരുന്നു. ഇനി എത്രമാത്രം മാഗ്നിഫിക്കേഷൻ നമുക്ക് കിട്ടി എന്നറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിനെ എത്ര മാഗ്നിഫൈ ചെയ്തു, ഐ പീസ് ലെൻസ് എത്ര മാഗ്നിഫൈ ചെയ്തു, ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ടോട്ടൽ മാഗ്നിഫിക്കേഷൻ. ഇനി ഈ പറഞ്ഞ ഇലുമിനേഷൻ സിസ്റ്റം ഞാൻ പറഞ്ഞു നമ്മൾക്ക് വേണ്ട രീതിയിൽ സ്പെസിമെനെ ഇലുമിനേറ്റ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ഒരു ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഇലുമിനേഷൻ നടത്തുന്നത്. അതേപോലെ ഒരു ചെറിയ മിറർ ഉണ്ടാവും, ഇപ്പം ഇലുമിനേറ്റിംഗ് ലൈറ്റ് ഉണ്ടാവും, ലൈറ്റിൻ്റെ മേലെ ഒരു കണ്ടൻസർ ലെൻസ് അല്ലെങ്കിൽ ചെറിയ മിറർ ഉണ്ടാവും. അത് മൈക്രോസ്കോപ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും താഴെ ഒരു മിറർ ഉണ്ടാവും. ഈ മിററാണ് ലൈറ്റിനെ സ്പെസിമെനിലേക്ക് കൊടുക്കുന്നത്, റിഫ്ലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അതിന് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്കായിട്ടത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന മെക്കാനിസത്തെ നമ്മൾ ഐറിസ് എന്ന് പറയും. അതായത് ലൈറ്റ് എൻട്രിങ്ങിൻ്റെ അപ്പർച്ചർ, അതായത് എത്രമാത്രം ലൈറ്റ് എൻട്രി ചെയ്യണം ഇതിനെ നമുക്ക് ഐറിസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മളുടെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യാറുള്ള ഇമേജസ് ആണ്. മെയിൻലി ഞാൻ പറഞ്ഞു നമ്മൾ ബയോളജിക്കലായിട്ട് അല്ലെങ്കിൽ ലാബിൻ്റെ ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്. ഈ പറയുന്ന ബ്ലഡ് സെൽസ്, ലിപ് ടിഷ്യൂ, പാരമീഷ്യം അല്ലെങ്കിൽ ആൽഗെ ഇതിനെയൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ളതും ചീപ്പായിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പാണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഇനി നമ്മളുടെ മെറ്റീരിയൽ സയൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ ആപ്ലിക്കേഷൻസ്? മെയിൻലി നമുക്ക് മെറ്റൽ സർഫസിനെ എക്സാമിൻ ചെയ്യാനായിരിക്കും നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്സിനെ യൂസ് ചെയ്യുന്നത്. സോ മെറ്റൽ സർഫസിനെ എക്സാമിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽസിന് എന്തെങ്കിലും ക്രാക്സ് ഫോം ചെയ്തിട്ടുണ്ടോ, കൊറോഷൻ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടീസ്, സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, നമുക്കറിയാം ഗ്ലാസ് വെച്ച് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട്. ഇതിന് ഓരോ യൂസിനുള്ള ഗ്ലാസസിൻ്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസിനെ എക്സാമിൻ ചെയ്യാനും സ്റ്റഡി ചെയ്യാനും നമുക്ക് ഈ പറയുന്ന ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്സ് ഉപയോഗിക്കാം. അതേപോലെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റോൺസിനെ പറ്റി പഠിക്കാം. അതായത് സ്റ്റോൺസിൻ്റെ സോഴ്സിൽ
എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കമ്പോസിഷനും കാര്യങ്ങളും പറ്റി പഠിക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ ഈ സെയിം പ്രൊസീജിയർ നമുക്ക് സെറാമിക്സിന് യൂസ് ചെയ്യാം. സെറാമിക്സിൻ്റെ കോമ്പോസിഷനും പ്രോപ്പർട്ടീസിനെ അതുപോലെ അതിൻ്റെ സർഫസുകളെ പറ്റി പഠിക്കാനൊക്കെ ഈ ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി നമ്മൾ യൂസ് ചെയ്യും. ഇതിനുപരി ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് നമ്മൾ മൈക്രോ ഇലക്ട്രോണിക്സിൽ, നാനോ ഫിസിക്സിൽ, ബയോടെക്നോളജി, ഫാർമസ്യൂട്ടിക്സ് റിസർച്ച്, മിനറലോളജി, മൈക്രോബയോളജി, മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് ഇങ്ങനെ ധാരാളം ഫീൽഡുകളിൽ യൂസ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി, അതിൻ്റെ മെയിനായിട്ടൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ മെയിനായിട്ട് ഐ പീസ് ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസും ഇലുമിനേറ്റിംഗ് സോഴ്സും ആയിരുന്നു. പിന്നെ അതുപോലെയായിട്ട് ആപ്ലിക്കേഷൻസ്. സോ ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതിൽ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് സോൾവ് ചെയ്ത് ഡൗട്ട്സ് എന്നെ അറിയിച്ച് ക്ലിയർ ചെയ്ത് പഠിച്ചു തരാം.